നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ശ്രീജിത്ത്, നാരായണിയുടെ ആൺമക്കൾ എന്ന സിനിമ വളരെ ഡിഫറെന്റ് ആയിട്ടൊരു സിനിമ, വലിയ ബഹളമൊന്നുമില്ല. പക്ഷേ സിനിമ കണ്ടു, വ്യക്തിപരമായി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങളാണ് സിനിമയെ ചൊല്ലി. എന്നുവെച്ചാൽ സഹോദരങ്ങൾക്കിടയിലെ, കസിൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമെങ്കിലും സഹോദരങ്ങളുടെ മക്കൾ സഹോദരങ്ങൾ തന്നെ എന്നുള്ളൊരു ആംഗിളാണല്ലോ നമ്മൾ മലയാളികൾക്ക്. അതുകൊണ്ട് അവർക്കിടയിലെ ശാരീരിക ബന്ധം, ശാരീരിക ആകർഷണം ഒക്കെ വലിയ തെറ്റായി സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു. താങ്കൾക്ക് എന്താണ്, താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ലക്ഷ്മി നമസ്കാരം. ഞാനും ഈ സിനിമ കണ്ടു. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ആണ്, നല്ല അഭിനയമാണ്, വളരെ ടൈറ്റായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് എന്നെനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു വലിയ വിവാദം സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. OTT റിലീസാണ് ആൾക്കാരിലേക്ക് ആ സിനിമയെ കൂടുതൽ എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആൾക്കാരെല്ലാവരും അതിലുണ്ടായിരിക്കുന്ന ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു ഇൻസെസ്റ്റ് റിലേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഈ സിനിമ ചിത്രീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന ആംഗിൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാരണം 3 ആൺമക്കളാണുള്ളത്. നാരായണിയുടെ 3 ആൺമക്കൾ എന്നാണ് സിനിമയുടെ പേര് തന്നെ. അപ്പോൾ ആ 3 ആൺമക്കളിൽ 2 ആൾക്കാരുടെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഒരു ആകർഷണം, അതൊരു ശാരീരിക ബന്ധമായി മാറുന്നു. പിന്നീട് അതിൽ അവർക്ക് തെല്ലും ഒരു റിമോഴ്സ് ഒന്നും ഇല്ല എന്ന രീതിയിലാണ് നമ്മൾ ആ പടത്തിൻ്റെ അവസാനവും കാണുന്നത് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതിൽ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഹിന്ദു കുടുംബമാണ്, ഒരു ഈഴവ കുടുംബമാണ്. അപ്പോൾ അതിൽ ഒരു ജന്മിത്വ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് തുടങ്ങിയ കുറേയധികം നമ്മുടെ നാട്ടിൽ പൊതുവേ ചിലവാകുന്ന രീതിയിലത്തേക്കുള്ള ചില സോഷ്യൽ കൺസ്ട്രക്റ്റുകളൊക്കെ ആ സിനിമയിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ വിമർശനം ആ സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയിൽ കാണിക്കുന്ന ഒരേ ഒരു സാമൂഹ്യ അപജയം എന്ന് പറയുന്നത് ഈ ഒരു ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് മാത്രമല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ആദ്യം മുതൽ തന്നെ ഇങ്ങോട്ട് പല തരത്തിലുള്ള സോഷ്യൽ ഈവിളുകൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്യൂഡിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ ആത്മാർത്ഥതയില്ലായ്മ തുടങ്ങിയ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതായത് അതിൽ തന്നെ സുരാജ് വെഞ്ഞാറമൂട് ചെയ്യുന്ന ക്യാരക്ടർ നാട് വിട്ട് പോയതിന് ശേഷം ഏതാണ്ട് 24 വർഷം എന്തോ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ അത് വളരെ ദീർഘമായിട്ടുള്ള ഒരു കാലയളവാണ്. ആ കാലയളവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ ഒരുപക്ഷെ ഒരു സ്നേഹബന്ധമുണ്ടായി, അത് ഇതര മതത്തിൽ നിന്നുള്ള ആളാണ്, കുടുംബം അംഗീകരിക്കില്ല എന്നൊക്കെ കാണുന്ന സമയത്ത് അയാൾ ജീവിതത്തിന് വേണ്ടി ആ സ്ത്രീയെ സ്വീകരിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വിദേശത്തേക്ക് അയാൾ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അയാൾ മൂത്ത സഹോദരനോട് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് എനിക്ക് ഈ സ്വത്തിലൊന്നും അവകാശം വേണ്ട. അപ്പോൾ ആ സമയത്ത് പറയുന്ന ഒരു കാര്യം അതിനെ ഒരു ആപ്തവാക്യമായി സ്വീകരിച്ചുകൊണ്ട് സ്വത്ത് ഭാഗം വെക്കേണ്ടുന്ന ഒരു സമയമുണ്ടാകുമ്പോൾ പണ്ട് ഈ മകൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ സഹോദരൻ പറഞ്ഞിട്ടുള്ള ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് സ്വത്ത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു പുനർവിചിന്തനം പോലും ആ കുടുംബത്തിലില്ല. അതായത് അവിടെയുള്ള സ്വത്തിനെ 2 ആൺമക്കൾക്ക് മാത്രമായിട്ട് ഭാഗിക്കുന്നു എന്ന രീതിയിലാണ് ആ കുടുംബത്തിലെ മൂത്ത അംഗം അലൻസിയർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉൾപ്പെടെ അതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ പിന്നീട് തിരിച്ചു വന്നുവെങ്കിലും ഒരേ വയറ്റിൽ പിറന്ന മക്കളാണ് എങ്കിലും അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്താണ് വരുന്നത് എങ്കിലും അതൊക്കെ തന്നെ സെക്കൻഡറി. പക്ഷേ സ്വത്തിൻ്റെ കാര്യത്തിൽ പണ്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇനി അവകാശമില്ല, അവകാശം ചോദിച്ച് വരുന്നില്ല, അതുകൊണ്ട് അത് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ വളരെ കാർക്കശ്യമുള്ള, വളരെ ഈ സ്വത്തിനോട് വളരെ വലിയ അഭിനിവേശമുള്ള, മറ്റൊരാളിന് കൊടുക്കാനില്ല എങ്കിൽ അത്രത്തോളം നമുക്ക് അത് അനുഭവിക്കാം എന്ന രീതിയിലത്തേക്ക് ചിന്തയുള്ള ഒരു മുതിർന്ന സഹോദരനെയാണ് നമ്മളതിൽ കാണുന്നത്. ഇതൊന്ന്. 2, ആവശ്യപ്പെട്ടതിന് ശേഷവും സ്വത്ത് നൽകാനായിട്ട് ഇയാൾ വിസമ്മതിക്കുന്നുണ്ട്. അതായത് ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടറിനുണ്ടാകുന്ന ദുഃഖം തന്നെ പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കുകയാണല്ലോ, താൻ പണ്ട് പറഞ്ഞിരുന്ന ഒരു വാക്കിൻ്റെ പേരിൽ തന്നെ കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ലല്ലോ എന്ന രീതിയിലാണ് അയാൾക്ക് ചിന്തയുണ്ടാവുന്നത്. അപ്പോൾ ഈ സ്വത്തിൽ വലിയ താല്പര്യമൊന്നും മോഹമൊന്നും ഇല്ല എങ്കിൽ പോലും അയാൾ അവിടെ തൻ്റെ കൂടി അവകാശമാണല്ലോ എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ മുതിർന്ന ചേട്ടനോട് എനിക്ക് സ്വത്ത് വേണം എന്ന് പറയുന്ന സമയത്ത് ഈ ചേട്ടൻ്റെ വക ഒരു വികാര വിക്ഷോഭമൊക്കെ ഉണ്ട്. അതായത് നിന്നെ ഇവിടെ കണ്ടില്ല, നീ അത് എല്ലാം വിട്ടിട്ട് പോയതാണ്, മറ്റുള്ള ആൾക്കാരാണ് പിന്നീട് വീട് നടത്തിയത് തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഈ സ്വത്ത് കൊടുക്കാമെന്ന രീതിയിലത്തേക്കല്ല, മറിച്ച് അത് കൊടുക്കാതിരിക്കാനുള്ള ന്യായവാദങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് വലിയ വിവാദമാകുന്നു. മറ്റേ ആളൊക്കെ പിടിച്ചു മാറ്റാനൊക്കെ വരുന്നു. അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുക്കി പിടിച്ചു പോകുന്നതൊക്കെ തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എത്ര സംഘർഷഭരിതമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ് എന്നും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് എന്നുള്ളതും അവിടെ വ്യക്തമാകുന്നുണ്ട്. അതായത് ഇവർക്കൊന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥതയില്ല. അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അത് ആ നടുക്കുള്ള ആൾക്ക് മാത്രമാണ്, ജോജു ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് മാത്രമാണ്. ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ അമ്മയെ വെന്റിലേറ്ററിൽ നിന്ന് നീക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ആ അമ്മ മരിക്കേണ്ടതാണ്.
പക്ഷെ മരിക്കുന്നില്ല. നാട്ടിലേക്ക് തിരിച്ചു പോയതിന് ശേഷം, ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയതിന് ശേഷം മറ്റു കാര്യങ്ങളുണ്ട്, ഇവർക്ക് എല്ലാവർക്കുമുണ്ട്. ഇതിൽ ഈ നടുവത്തെ മകനുണ്ടല്ലോ, ഈ ജോജു ചെയ്യുന്ന ക്യാരക്ടർ, ജോജു ചെയ്യുന്ന ക്യാരക്ടറിന് മാത്രം കുഴപ്പമില്ല, കാരണം ഇയാളാണ് അമ്മയെ നോക്കുന്നത്. മൂത്ത മകൻ നാട്ടിലാണെങ്കിലും ആ വീട്ടിലല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള സമ്മർദ്ദമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലീവ് എക്സ്റ്റൻഷനും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സുപ്പീരിയർ ഓഫീസറിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ നീക്കുപോക്കൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇവരുടെ അമ്മ അന്ത്യശ്വാസം വലിച്ചതിന് ശേഷം തിരിച്ചു പോകാനുള്ള ഒരു ത്വര അയാൾക്കുണ്ട്. അതേപോലെ തന്നെ നാട്ടിലേക്ക് പോവുകയും മോർഗേജ് സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം നോക്കുകയും മറ്റ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ ഏറ്റവും ഇളയ മകനുമുണ്ട്. അപ്പോൾ ഈ രണ്ടാൾക്കാർക്കും ഈ അമ്മ എത്രയും പെട്ടെന്ന് മരിച്ചു കിട്ടിയാൽ കൊള്ളാം എന്നൊരു ചിന്ത ഉള്ളിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു രാത്രി ഇത് അവസാനിക്കുന്നില്ലല്ലോ എന്ന് കണ്ടതിന് ശേഷം ചെന്ന് തലയണ വെച്ച് പ്രസ് ചെയ്ത് അമ്മയെ കൊല്ലാനായിട്ട് ഇതിലൊരു മകൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അയാൾക്കത് സാധിക്കുന്നില്ല. ആ സമയത്ത് മൂത്ത മകൻ ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതായത് പുള്ളി പറയുന്നുണ്ട്, ഞാനും ഇതൊക്കെ നോക്കിയതാണ്, നിന്നെക്കൊണ്ടും ഇത് പറ്റില്ല എന്ന് എനിക്കറിയാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ മാത്രമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി അമ്മയെ കൊല്ലാൻ പോലും മടിക്കാത്ത രണ്ട് മക്കളാണ്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സഹോദരങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. 24 വർഷം അവർ തമ്മിൽ കാണാതിരുന്നതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടബോധമൊന്നുമില്ല. അവർക്ക് അമ്മയോടും അത്രത്തോളം ആത്മാർത്ഥത മാത്രമേ ഉള്ളൂ. അങ്ങനെ പൂർണ്ണമായിട്ടും ശിഥിലമായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലാണ് നമ്മൾ പറയുന്നത്, അതിൽ ഈ 24 വർഷങ്ങൾക്ക് മുമ്പ് പോയിരിക്കുന്ന ആള് വരുന്ന സമയത്ത് അയാളുടെ ഭാര്യയും 2 മക്കളുമുണ്ട്. അതിൽ മൂത്ത മകന് പ്രായപൂർത്തിയായ മകനാണ്. അതേപോലെ തന്നെ മൂത്ത ജ്യേഷ്ഠന് ഒരു മകളുണ്ട്. ആ മകളാണ് പ്രായത്തിൽ മൂത്തത്. ഇവരെല്ലാവരും തമ്മിൽ കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്നതിനപ്പുറത്തേക്ക് ഇതെൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ സഹോദരനാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബന്ധം തന്നെ ഇവർ തമ്മിലില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു ആണും പെണ്ണും മാത്രമാണ്. അവർക്ക് അവരുടെ കുടുംബ ബന്ധങ്ങളില്ല. അവർക്ക് അവരുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ ചേട്ടനും അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയനും തമ്മിലുള്ള ബന്ധമില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കാണുന്ന ഒന്ന് വിദേശത്ത് പഠിച്ചയാൾ, മറ്റ് നാട്ടിൽ പഠിച്ചയാൾ, ഈ രണ്ടാൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ ഈ ബന്ധങ്ങളൊന്നുമില്ല. അവരുടെ ഇടയിൽ ഈ സഹോദര സ്നേഹം എന്നൊന്നുമില്ല. കാരണം അവരാദ്യമായിട്ട് കാണുന്നത് ആ പ്രായത്തിലാണ്, പേര് പോലും ചോദിക്കുന്നത് ആ സമയത്താണ്. അപ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നത്. ഇവരുടെ ജീവിതത്തിലെ താല്പര്യങ്ങൾ, ഇവരുടെ പഴയ ബന്ധങ്ങൾ, ഇതൊക്കെ അവരപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ട് ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ചില ജീവിത സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ആ മകനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ദീർഘമായിട്ടുള്ള ഒരു റിലേഷനായിരുന്നു. അതിൽ നിന്ന് ബ്രേക്കപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ടേംസിൽ സംസാരിക്കുന്നത് ഈ കാര്യത്തിനെ പറ്റിയാണ്. പിന്നീട് ഇവർക്ക് ഈ തരത്തിലുള്ള സഹോദരൻ സഹോദരി ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ടും അതിൻ്റെ ഒരു ഊഷ്മളത അവരുടെ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ടും അവരൊരു ആണും പെണ്ണും എന്ന രീതിയിൽ മാത്രമാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഞാനതിനെ കാണുന്നത് ഇന്നത്തെ തലമുറയിൽ ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ പുതുതായിട്ടുണ്ടാകുന്ന തലമുറയിലേക്ക് ഈ മൂല്യങ്ങൾ എത്തുന്നില്ല എന്ന രീതിയിലത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ കാണിക്കുന്ന ഒരു സന്ദേശം വേണമെങ്കിൽ മനസ്സിലാക്കാം. ആ രീതിയിലാണോ എടുത്തിട്ടുള്ളത് അല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതിൽ കാണിക്കുന്നത് മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ്, ഒരു ഫാമിലി കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ളതല്ല. അതായത് അങ്ങേയറ്റം സെൽഫിഷായിട്ടുള്ള കുറേയധികം മനുഷ്യർ, തങ്ങളുടെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ, എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടതിന്, എൻ്റെ ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതിന് വേണ്ടി അമ്മയാണ് തടസ്സമെങ്കിൽ ആ അമ്മയെ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത തലമുറയിലുള്ള ആണും പെണ്ണും ഈ രീതിയിൽ ചിന്തിച്ചു എങ്കിൽ നമുക്കതിൽ യാതൊരു തെറ്റും കാണാനില്ല. കാരണം അവർ തമ്മിൽ അങ്ങനെ ഒരു സഹോദരൻ സഹോദരി ബന്ധമില്ല. അവരുടെ മാതാപിതാക്കൾ തമ്മിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ബന്ധമില്ല. ഇനി ഇത് തന്നെയുമല്ല, ഇവരുടെ മറ്റ് 2 ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഈ സുരാജിൻ്റെ ഭാര്യയും അലൻസീറിൻ്റെ ഭാര്യയുമായിട്ട് വരുന്ന 2 കഥാപാത്രങ്ങളുണ്ട്. ഈ 2 കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് അവകാശങ്ങൾ ചോദിക്കണോ വേണ്ടയോ കാര്യത്തിലൊന്നും അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പോലുമില്ല. നിങ്ങളുടെ കുടുംബം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ, ഞാനിവിടെ വന്ന് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള വൈകാരികതയില്ല. അപ്പോൾ ബന്ധങ്ങളിൽ ഊഷ്മളതയില്ലാത്ത, സഹോദര ബന്ധങ്ങളിൽ വൈകാരികതയുടെ അംശം പോലും ഇല്ലാത്ത, പൂർണ്ണമായും സെൽഫിഷായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ മക്കൾ, അവരുടെ അടുത്ത തലമുറ അവർ നേരത്തെ തന്നെ കണ്ടിട്ടില്ല എങ്കിൽ, അവർക്ക് എന്താണ് സാഹോദര്യം എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ, അവരെ ഈ രീതിയിലത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അത് നല്ല രീതിയിലത്തേക്ക് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. കാരണം അവർ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ അപ്പോഴാണ്. അല്ലാതെ ചെറിയൊരു പ്രായത്തിൽ കളിച്ചു വളർന്നിരിക്കുന്ന ആൾക്കാരോ ഇതെൻ്റെ ചേച്ചിയാണ് എന്നും ഇതെൻ്റെ അനിയനാണ് എന്നൊന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല. തീരെ അപരിചിതരായിട്ടുള്ള 2 ആൾക്കാരാണ്, അല്ലേ? 2 ടോട്ടൽ സ്ട്രേഞ്ചേഴ്സാണ്.
അപ്പോൾ അവർ മറ്റൊരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ കണ്ടുമുട്ടുന്നത് എങ്കിൽ പോലും അവർ തമ്മിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ബന്ധവും ആകർഷണവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പോലുമുണ്ട്. കാരണം ആ രീതിയിലാണ് ഇവർ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യം പോലും. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കുക, വിമർശിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സന്ദേശം ഉൾക്കൊണ്ട് നമ്മുടെ വീടുകളിലുള്ള കുടുംബ ബന്ധങ്ങളിലുള്ള എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിനും നമ്മുടെ അടുത്ത തലമുറയിലുള്ള ആൾക്കാർ തമ്മിൽ നല്ല രീതിയിലത്തേക്കുള്ള ഒരു ബന്ധമുണ്ടാകുന്നതിനും നമുക്ക് ശ്രമിക്കാം. ഞാൻ പറയുന്നത് അതാണ്. പിന്നെ മറ്റൊരു ആസ്പെക്റ്റ് കൂടിയുണ്ട്. അതായത് രണ്ട് പുരുഷന്മാർ, അതായത് ചേട്ടനും അനിയനും തമ്മിലുള്ള ആ ബന്ധം, അവരുടെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പുരുഷനും സ്ത്രീയുമാണ്, ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധത്തിനെയാണ് നമ്മളിവിടെ ഒരു ഇൻസെസ്റ്റ് റിലേഷനായിട്ട് കാണുന്നത് എങ്കിൽ, നമ്മുടെ നാട്ടിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഹോദരനും സഹോദരിയും അവരുടെ മക്കൾ തമ്മിൽ ആണും പെണ്ണുമാണ് എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്ന രീതി തന്നെ മുറച്ചിറക്കൻ മുറപ്പെണ്ണ് എന്ന രീതി തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. സത്യത്തിൽ ഇത് രണ്ടും തമ്മിൽ അതെ, പക്ഷേ വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, സഹോദരനും രണ്ടും പെൺകുട്ടികളും. തമ്മിൽ വ്യത്യസ്തമാണെന്ന് ചില വാദഗതികളൊക്കെ ഉണ്ട്. കാരണം സഹോദരിയുടെ മകളെ സഹോദരൻ മകൻ വിവാഹം കഴിക്കുന്നതിന് കാരണം ആ പെൺകുട്ടി മറ്റൊരു കുടുംബാംഗമാണ് എന്നൊക്കെ. അത് ഈ അമ്മ വഴി അച്ഛൻ വഴി അങ്ങനെയൊക്കെയാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഈ ആണുങ്ങളുടെ ഭാഗം മാത്രം നോക്കിക്കഴിഞ്ഞാൽ, രണ്ട് സഹോദരങ്ങളാണ് എങ്കിൽ ഈ അമ്മമാർ വരുന്ന രണ്ട് കുടുംബങ്ങളിൽ നിന്നാണ്, നോട്ട് നെസസറിലി ഫ്രം വൺ ഫാമിലി. അവിടെയും ആ രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വെറുതെ ഒരു ന്യായവാദം പറയാം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണ് മറ്റൊരു ബന്ധം. അപ്പോൾ ഇത് ശരിയല്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റ് അനുസരിച്ച്, നമ്മുടെ ഫാമിലി കൺസ്ട്രക്റ്റ് അനുസരിച്ച് സഹോദരങ്ങൾ തന്നെയാണ്. ഞാൻ കരുതുന്നത് ഇത് സഹോദരങ്ങൾ, അത് സ്ത്രീയും പുരുഷനുമാണെങ്കിലും അവരുടെ മക്കൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സഹോദര ബന്ധമായിരിക്കണം. അതല്ലാതെ ഈ രീതിയിലത്തേക്കുള്ള ഒരു ബന്ധം ആയിരിക്കരുത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം ആ സിനിമയിൽ വളരെ നീറ്റായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ആ സിനിമ ഒരു സന്ദേശമായി മാറുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ജോജു അതിൽ പറയുന്നൊരു വാക്കുണ്ടല്ലോ അല്ലെ, ഈ ബന്ധങ്ങളുടെ ഊഷ്മളതയെ പറ്റിയോ ഒക്കെ പറയുന്നൊരു വാക്കുണ്ടല്ലേ, ഈ അകന്നു പോകുന്നിടത്ത് നിന്നാണ് ഈ അടുത്ത തലമുറയും ഒരുപക്ഷെ ഇങ്ങനെ വഴിതെറ്റി പോകാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ആ കുടുംബത്തിൽ അതിൽ മറ്റുള്ള ആൾക്കാരോട് സ്നേഹമുള്ള, സെൽഫ്ലെസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരേ ഒരു വ്യക്തി ജോജുവിൻ്റെ ക്യാരക്ടർ മാത്രമാണ്. മറ്റു രണ്ട് ആൾക്കാരും അവർ രണ്ട് തുരുത്തുകളിൽ ജീവിക്കുന്നു. അവർക്ക് അവരുടെ ജോലി, അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്നതിനപ്പുറത്തേക്ക് അമ്മയോട് പോലും ബന്ധമില്ല. നമ്മളവിടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ജോജുവിനെ കാണുന്നത് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന്, ജോജു തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ 24 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് പോയ ആളിനെ തിരിച്ചവിടേക്ക് കൊണ്ടുവരികയാണ്. അത് കുടുംബത്തിൻ്റെ യോജിച്ചുള്ള തീരുമാനമല്ല, ജോജുവിൻ്റെ തീരുമാനമാണ്. അതേപോലെ തന്നെ ജോജു അവസാനം പറയുന്നുണ്ട്, അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഞാനാണല്ലോ നോക്കി വന്നത്, വേറെ ആരും നോക്കണമെന്നില്ല, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് അമ്മയെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു തുരുത്തിൽ ജീവിക്കുന്നയാളല്ല. അയാൾക്കൊരു ഇമ്മീഡിയറ്റ് ഫാമിലി പോലുമില്ല. അയാൾക്കൊരു സ്നേഹബന്ധം എന്തോ ഉണ്ടായിരുന്നു, പക്ഷേ അത് വിവാഹത്തിലേക്ക് എത്തിയില്ല. അയാൾ ഇപ്പോഴും അവിവാഹിതനായിട്ട് കഴിയുകയാണ്. അയാൾക്ക് അയാളും അയാളുടെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് അമ്മയോട് എത്രത്തോളം താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, അമ്മയെ പരിചരിക്കാൻ റെഡിയാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ വന്നു പോകുന്നു, അവർക്ക് മറ്റ് താല്പര്യങ്ങളുണ്ട്, ധൃതിയുണ്ട്. അതുകൊണ്ട് അമ്മയെ അവരൊരു വൈകാരികമായിട്ട് പോലും കാണുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഇവിടെ ഈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറായിട്ട് മാറുന്നത് ജോജുവാണ്. അപ്പോൾ ഞാൻ കാണുന്നത് അതിൽ ജോജുവിന് ഉള്ള ഒരു, അതായത് ജോജു അതിൽ പറയാൻ ശ്രമിക്കുന്ന, ജോജു അതിൽ ആ ബന്ധത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ട്. ആ ശ്രമം നമ്മൾ കാണാതെ പോകാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് വരുന്ന നാച്ചുറലായിട്ടുള്ള കുറേയധികം പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സാമ്പാർ പൊടി, ബ്രാഹ്മിൺസിൻ്റെ എന്തോ സാമ്പാർ പൊടി എന്തോ ചോദിക്കുന്ന സമയത്ത് ഇത് അത് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊരു ബ്രാൻഡ് നെയിം. അതൊക്കെ അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സിനെ അവിടെ സിനിമയിൽ കൊണ്ട് കയറ്റിയിരിക്കുന്നതാണ്. ഒരു മിസ്ഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ലാർജറായിട്ട് നമ്മൾ ആ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് അത് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പ്ലേസ് അല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം മറ്റൊരു സാഹചര്യം നോക്കൂ, ഇവർ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള സഹോദരങ്ങളുടെ മക്കളാണ് എന്ന റിയലൈസേഷൻ അവർക്കില്ല. അവർ മറ്റൊരു സാഹചര്യത്തിൽ പരസ്പരം കാണുന്ന ആൾക്കാരും പരിചയപ്പെടുന്ന ആൾക്കാരും ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവർക്ക് നാടിവിടെയാണെന്നോ വീട്ടിലുള്ള ആൾക്കാർ ഇന്നതാണെന്നോ ഒന്നും അറിയാതെ ഇവർ തമ്മിൽ ഇതേ ആകർഷണം ഉണ്ടാകാനുള്ള സാധ്യതയും ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ വീട്ടുകാർ ജോജു മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേനെ അല്ലേ, വേണമെങ്കിൽ ഉണ്ടാകാം. അപ്പോൾ ഈ അതിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഈ വീട്ടുകാരെല്ലാം തന്നെ ബഹളം ഉണ്ടാക്കുന്നു. വീട്ടുകാരെല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബഹളം ഉണ്ടാക്കുകയും ഇവരെ പിരിക്കുകയും പിന്നീട് ഇവർ പോകുന്നതിനൊക്കെ മുമ്പ് പോയി കാണാനുള്ള ഒരു കണ്ട് യാത്ര പറയാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ യാത്ര പറയാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ പോലും ഇത്രയും ഇവർക്ക് നേരെ വലിയ പിന്നെ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും നിന്ദയുടെയും എല്ലാം അപഹാസ ശരങ്ങൾ ഉണ്ടായതിനു ശേഷവും, ഈ കുറ്റപ്പെടുത്തലുകളെല്ലാം ഉണ്ടായതിനു ശേഷവും
അവർ പറയുന്നത് ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഈ ഒരു ബന്ധം, നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങൾ നമ്മളെ സഹായിക്കും എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്കിപ്പോഴും ഇത് മറ്റൊരു രീതിയിലത്തേക്കുള്ള റിലേഷൻഷിപ്പാണ് നമ്മളുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് എന്ന തിരിച്ചറിവില്ല. ആ തിരിച്ചറിവില്ലാതെ പോകുന്നത് അതിന് കാരണം ഈ ചേട്ടന്മാരാണ്, അല്ലെങ്കിൽ ഈ തന്തമാരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ തന്ത വൈബ് എന്ന് പറയുന്നത് അപകടകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.